ഹലോ ഫ്രണ്ട്സ്, ഐബടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു പുതിയ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ ബസ്സിലാണ് യാത്ര. ട്രിവാൻഡ്രം മുതൽ മണിപ്പാൽ വരെയാണ് നമ്മുടെ യാത്ര. കല്ലട ബസ്സിലാണ് നമ്മുടെ യാത്ര. ഇപ്പൊ അജ്മൽ അലിയനാണ് നമ്മളോടൊപ്പം ഉള്ളത്. 3610 ലൈലാൻഡ് സ്ലീപ്പർ AC ബസ് കല്ലടയുടെ. വേറെ എന്തൊക്കെയുണ്ട് ഈ ബസ്? വേറെ നല്ല പവർ വണ്ടിയാണ്. കിടിലം പവറാണ്. കിടിലം പവറാണ്. ഒരു രക്ഷയില്ലാത്ത പേര് തന്നെ മണിപ്പാൽ ജെറ്റ് ആണ്. മണിപ്പാൽ ജെറ്റ് വണ്ടിയാണ് മണിപ്പാൽ ജെറ്റ്. പിന്നെ അത് പറയുമ്പോൾ ആവശ്യം കാണുമ്പോൾ നിന്ന് പറക്കുന്നു. ഞങ്ങൾ ജെറ്റ് വണ്ടിയാണ്. പിന്നെ എല്ലാം കൊണ്ട് ഓക്കെയാണ്. 2018 മോഡൽ. 18 മോഡലാണെങ്കിലും വണ്ടിയുടെ മെയിൻ്റെനൻസ് ഭാഗങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ 2023 വണ്ടി പുത്തൻ വണ്ടി ഇറങ്ങിയതിനെക്കാട്ടും പവറാണ്. വണ്ടി പക്ക സർവീസ് ആണ്. TVS-ലാണ് സർവീസ്. എല്ലാം ഓക്കെയാണ്. ഒരു ഡ്രൈവറെ അപേക്ഷിച്ച് വണ്ടിയാണ് മെയിൻ. പക്ഷെ അത് കല്ലടയിൽ വന്നതിന് ശേഷം ഓക്കെയാണ്. നമ്മൾ പോകുന്നത് മണിപ്പാൽ റൂട്ടാണ്. ഇവിടുന്ന് പോകുന്നത് ആലപ്പുഴ വഴി എറണാകുളം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, മംഗലാപുരം, ഉടുപ്പി വഴി മണിപ്പാൽ വരെയാണ്. സമയം എത്രയായി കാണും? 4 മണിക്കാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രം തമ്പാനൂർ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. നമ്മൾ നാളെ എത്ര മണിയാകുമ്പോൾ? ഏകദേശം ഒരു 8 മണി 8:30 മണിപ്പാൽ എത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അളെ ഇപ്പൊ സിംഗിൾ ഡ്രൈവർ ആയിട്ടാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാള് വൈകുന്നേരം ജോയിൻ ചെയ്യും. എവിടെ നിന്നാണ്? കണ്ണൂരിൽ കയറുമല്ലേ? ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പൊ അണ്ണന്റെ പേര്? രാജേഷ്. അണ്ണ എത്ര വർഷമായി കല്ലടയില്? 10-12 വർഷത്തിന് മേലായി. സീനിയർ ആണ്. കല്ലട രാജേഷ് എന്ന് പറഞ്ഞാൽ അറിയാം. കല്ലട രാജേഷ്. അജ്മലളിയൻ മലപ്പുറമാണ്. മലപ്പുറം എവിടെയാ? മലപ്പുറത്ത് കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത്. കൊണ്ടോട്ടി എയർപോർട്ടിനകത്തും. അപ്പൊ വസ്തുതയൊക്കെ നല്ല വിലയുണ്ടല്ലോ. പേട്ട പോലീസ് സ്റ്റേഷൻ. അടുത്ത ഈ ഇട സൈഡിൽ നമ്മൾ കാണാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അളിയന് ചെറിയ റെക്കോർഡ് ഇല്ലേ? ഏറ്റവും പ്രായം കുറഞ്ഞ KSRTC-യില്. അതെ 2018 അങ്ങനെ ഒരു സംഭവം കൂടി നടന്നു. എന്താണത്? 2018 ഏറ്റവും പ്രായം കുറഞ്ഞ KSRTC സ്കാനിയ മൾട്ടി ആക്സിലിന്റെ ഡ്രൈവർ ആയിരുന്നു. മൂകാംബിക സർവീസ് ആയിരുന്നു അന്ന് ഓടിയുണ്ട്. എവിടെ നിന്ന് അത് വരെയായിരുന്നു? തിരുവനന്തപുരം നിന്ന് മംഗലാപുരം വഴി മൂകാംബിക വരെ. അന്നത്തെ കാലത്ത് ആള് ഏറ്റവും പ്രായം കുറഞ്ഞു. ഇപ്പൊ ഇല്ല. ഇപ്പൊ ഷിഫ്റ്റ് അങ്ങനെ പുതിയ സർവീസുകളൊക്കെ വന്നുകൊണ്ട്. എത്രാമത്തെ വയസ്സിലാണ് ആദ്യം സ്കാനിങ്? ഏകദേശം 21ാമത്തെ വയസ്സിലാണ് അത് ന്യൂസിലൊക്കെ വന്നായിരുന്നു. അപ്പൊ ആളിയെ നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് പേർക്ക് അറിയാം. KSRTC എത്ര വർഷം ഉണ്ടായിരുന്നു? KSRTC ഏകദേശം ഒരു 3 വർഷം ഓടിക്കൊണ്ടിരുന്നത്. ആളെയും ബസ് ഓട്ടി ഞാൻ കയറിയപ്പോഴത്തേക്ക് ആദ്യം കയറിയത് ആദ്യം KSRTC ആണ് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ പുഞ്ചിരിയിൽ ഓടി കുറച്ചു കാലം. അത് കഴിഞ്ഞ് പിന്നെ ദേവ് ലൈൻസ് സ്നാക്സിന്റെ അവരെ വണ്ടിയിൽ ഓടി. അത് കഴിഞ്ഞ് പിന്നെ ആഗ്നേയ കല്ലടയിൽ മുന്നേ ഉണ്ടായിരുന്നു സർവീസ് ഒക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ആഗ്നയിലോട്ട് മാറിയോട്ട് പിന്നെ തൽക്കാലം നിർത്തി. പിന്നെ വീണ്ടും ഇവിടെ തന്നെ കല്ലടയിൽ എല്ലാ റൂട്ടും ഓടി ഇതാവണമെന്ന്, എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യണമെന്നാണ് ഒരാഗ്രഹം. നമ്മളെന്നും ഒരു സ്ഥിരം റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പാവും. കുറച്ചൊക്കെ മാറി ഓടണ്ട്. നമുക്കിപ്പോ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? അതായത് വാഷ്റൂം ഉണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്, ഹോട്ടൽ സർവീസ് ഉണ്ട്, 2 റെസ്റ്റ് റൂം ഉണ്ട്. പിന്നെ ഏതെങ്കിലും കസ്റ്റമർ ചോയ്സ് ഉണ്ട്. കസ്റ്റമർക്ക് വാഷ്റൂമിന്റെ കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കുന്നുണ്ട്. ലേഡീസിന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സർവീസ് നടത്തുന്നത്. എല്ലാം കൊണ്ടും യാത്രക്കാരന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മളെ തിരുവനന്തപുരത്തെ റോഡുകളൊക്കെ അടിപൊളിയാണല്ലേ? എവിടെ വരാ? ഏകദേശം തൃശ്ശൂർ വരെ വലിയ കുഴപ്പമില്ല. പിന്നെ റോഡ് പണി എടുക്കുന്നോണ്ട് ചെറിയ എവിടെ തൊട്ട് ഇടം വരെയാണ് മോശം? അത് തൃശ്ശൂർ കഴിഞ്ഞ് പെരുമ്പിലാവ് വരെ ഒരു അന്യായ റോഡ്. അപ്പൊ ഇവിടെ എറണാകുളത്തിന് മുമ്പൊക്കെ പണി നടക്കുന്നുണ്ടല്ലോ. ചെറിയ പണി നടക്കുന്നത് ചെറിയ പോക്കറ്റ് റോഡായിട്ട് ചെറിയ റോഡായിട്ടാണ് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ വിഷയമില്ല. അങ്ങോട്ട് തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വഴികളാണ്. ഒരു വഴിയല്ല, കുഴിയാണ്. വലത്തോട്ട് നേരെ ഇടത്തോട്ട്. ഏറ്റവും തിരക്കുള്ള സമയമാണല്ലോ ഇപ്പൊ. 4 മണിക്കാണ് എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നത്. സ്കൂൾ വിട്ട് പോണവര്
അവിടെ മൊത്തം തിരക്കാണ്. 10 കണ്ണ് വേണം. 10 കണ്ണുണ്ടായാലും ചിലപ്പോൾ തയ്യാറില്ല. ബൈക്ക് കയറി ചെറിയ ഗ്യാപ്പ് കണ്ടാൽ അവിടെ കയറാം. ഇട സൈഡ് നമ്മൾ ശ്രദ്ധിക്കണമല്ലേ? ഇടതിന്റെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ 2 സൈഡ് ശ്രദ്ധിക്കാറുണ്ട്. എന്നുവെച്ചാൽ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ബൈക്ക് ശ്രദ്ധിക്കഴിഞ്ഞാല് നമുക്ക് കാണാത്ത സ്ഥലങ്ങളുണ്ട്. അതായത് ഈ വണ്ടിയിൽ ഈ ഡ്രൈവർ സീറ്റിൽ ഇരുന്നാലും കുറെ സ്ഥലങ്ങൾ കാണാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ബൈക്കുകാർ അവിടെ കയറി നിൽക്കുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വണ്ടി എടുക്കുമ്പോ അവര് മുകളിൽ തട്ടും. എന്തായാലും ബൈക്കുകാരനായാലും ഒരു ചെറിയ പ്രാണിയായാലും ജീവൻ തന്നെ. അപ്പൊ നമ്മളത് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ അടുത്ത്. തോന്നയ്ക്കൽ പമ്പാണ് നമ്മള് ഏറ്റവും നല്ല എണ്ണ കിട്ടുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. നമുക്കറിയാമോ, ഇവിടെ നല്ല പ്യൂർ എണ്ണ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് അടിച്ച മൈലേജ് കൂടുതൽ കിട്ടുമെന്നാണ് പറയുന്നത്. തോന്നയ്ക്കൽ 16 മൈൽ പെട്രോൾ പമ്പ് നടത്തുന്ന പമ്പാണ്. നമ്മള് ഭാരത് ബെൻസിന്റെ ഷോറൂം ട്രിവാൻഡ്രത്തുള്ള ഒന്ന് തന്നെ ഉള്ളൂ. ഇവിടെ നിന്നാണ് നമ്മുടെ കഴിഞ്ഞ തവണ മൈസൂർ യാത്ര തുടങ്ങിയത്. ഞാനിലെ ടിവിയുടെ മുമ്പ് എനിക്ക് നടക്കും. ബാക്കില് വീഡിയോ ഗെയിം അവിടെ നടക്കും. അതെങ്ങോട്ടല്ലേ പുഞ്ചിരി ബസ് പോണ? ബാംഗ്ലൂരാണ്. എല്ലാ വണ്ടിയും ബാംഗ്ലൂരാണ്. എവിടെ നിന്ന് തുടങ്ങുന്ന? കൊല്ലത്ത്. ഏത് റൂട്ട് വഴിയാണ് പോണത്? നാഗർകോവിൽ വഴി. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം നാഗർകോവിൽ വഴി ബാംഗ്ലൂര്. എത്ര വർഷം കൂടെ കഴിയുമ്പോ ഈ റോഡ് നന്നാവുമെന്ന് വിചാരിക്കുന്നു? 1 വർഷം കൊണ്ട് ഏകദേശം പണിയെല്ലാം പൂർത്തിയാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതിലെ പോകുന്ന നാഷണൽ പെർമിറ്റ് ആയാലും നൈറ്റ് സർവീസ് ആയാലും എല്ലാരും കൊതിച്ച് നിക്കണം ഈ റോട്ടിലോട്ടൊന്ന് കയറാനായിട്ട്. പണി തീർന്നൊന്ന് ഇറങ്ങാനായിട്ടല്ലേ? ആ തരിപ്പൊക്കെ തീർക്കണം. യാത്രക്കാരുടെ ഏറ്റവും ഒരു വലിയ ഘടകമാണ്. ഒരു സ്വപ്നവും കൂടിയാണ് നമ്മുടെ ഈ റോഡ്. ഒരു ബ്ലോക്ക് ഇല്ലാതെ പോവാ. അതെ. നമ്മുടെ ടൈം എത്രയാണ് ഇവിടുത്തെ? 5:10 എത്താനുള്ള വണ്ടി നമ്മൾ 5:05 എത്തി കഴിഞ്ഞു അല്ലേ? അനത്തിയല്ലേ നീ? എല്ലാവർക്കും അതാണ് താല്പര്യം. നമ്മളെ ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡ്. ഇതാണ് എന്റെ നാട്, ആറ്റിങ്ങൽ. നാടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്, പക്ഷെ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അയ്യെന്നാ വന്ന് ഒട്ടിക ഭയങ്കര ഇറങ്ങിയില്ലേ? നമ്മുടെ കല്ലടയ്ക്ക് ഇപ്പൊ മൊത്തം എത്ര ബസ് ഉണ്ടാവും? 100 വണ്ടി അടുപ്പിച്ചുണ്ട്. 100 വണ്ടിയുണ്ട്. ഏതൊക്കെ മോഡലുണ്ട്? പാരബെൻസ്, ലൈലറ്റ്, നമുക്ക് സ്കാനിയ ഉണ്ട്, വോൾവോ ഉണ്ട്, ലൈലറ്റ് ഉണ്ട്. പെൻസില്? പെൻസില്ല. പെൻസിലോട് താല്പര്യമില്ല. പെൻസ് ഉണ്ടായിരുന്നു, നിലവിൽ ഉണ്ടായിരുന്നു, അത് ഒഴിവായി. വോൾവോ എത്ര എണ്ണം ഉണ്ടാവും? വോൾവോ നിലവിൽ ഇപ്പം 2 എണ്ണം ഉണ്ട്. ഹൈദരാബാദാണ് വോൾവോ ഓടുന്നത്. സ്കാനിയ? സ്കാനിയ സ്ലീപ്പർ ഉണ്ട്, സെമി സ്ലീപ്പർ ഉണ്ട്. അതെല്ലാം ഹൈദരാബാദ് റൂട്ടാണ്. എല്ലാം ഹൈദരാബാദാണ്. ട്രിവാൻഡ്രം, മണിപ്പാല്, ട്രിവാൻഡ്രം, ബാംഗ്ലൂര്, ട്രിവാൻഡ്രം, ചെന്നൈ. വേറെ ട്രിവാൻഡ്രത്ത് നല്ല എവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും? പിന്നെ മധുരൈ, ഹൈദരാബാദ്, തഞ്ചാവൂർ, ഹൈദരാബാദ്, നാഗർകോവിൽ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, വിജയവാഡ. അപ്പൊ കേരളത്തിൽ നിന്ന് ട്രിവാൻഡ്രത്ത് മാത്രം സ്റ്റാർട്ടിംഗ് ഉള്ള? ട്രിവാൻഡ്രം, കോഴിക്കോട് സ്റ്റാർട്ടിംഗ്, കോഴിക്കോട്, കാലിക്കറ്റ്, ഹൈദരാബാദ് ഉണ്ട്, കാലിക്കറ്റ്, ചെന്നൈ ഉണ്ട്, എറണാകുളത്ത് എറണാകുളം, ഹൈദരാബാദ് ഉണ്ട്, എറണാകുളം, ചെന്നൈ ഉണ്ട്. ഒരുപാടുണ്ടല്ലേ? അത്യാവശ്യം എല്ലാവരുടെ സർവീസുകളുണ്ട്. രാജേഷണ്ണ ഫുൾ ബിസിയാണ്. രാജേഷണ്ണനാണ് ഈ വണ്ടിയുടെ ഫുള്ള് കാര്യങ്ങള്. അതുപോലെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം രാജേഷണ്ണനാണ് നോക്കുന്നത്. പാസഞ്ചേഴ്സിനെ വിളിച്ച് കറക്റ്റ് സ്പോട്ടിൽ എത്തിക്കുന്നത്, ഓഫീസിൽ നിന്നുള്ള വരുന്ന കോളുകളും ബാക്കി എല്ലാ പണികളും രാജേഷണ്ണന്റെ കൈകളിലാണ്. ഫുൾ ബിസിയാണ് രാജേഷണ്ണൻ.
ഫോണ് തറ വെക്കുന്നില്ല. എന്താണ് ഇത്ര ബിസി അണ്ണേ? എപ്പോഴും ഫോണിലാണല്ലോ. നമ്മള് വന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന സമയമില്ല. ചാർട്ട് എന്ന് പറയുമ്പോ നമ്മള് പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റാ. ആരൊക്കെ എവിടെ നിന്നൊക്കെ കേറാറുണ്ട്, ബുക്ക് ചെയ്തെന്നൊക്കെ അല്ലേ? നമ്മളിപ്പം നിലവിലിപ്പോ നമ്മള് ചിലപ്പം സീറ്റ് ഉള്ളല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗ്യാപ്പ് കിടപ്പുണ്ടെങ്കിൽ ആ ടൈമിനനുസരിച്ച് എവിടെന്നെങ്കിലും ഒക്കെ അടിക്കും. കുട്ടിയോ എവിടെയൊക്കെ അടിക്കും. അതായത് ഗിയർ മാറിയാണ് അടുത്ത സ്പീഡ്. ഗിയർ മാറാനില്ല, ഫുള്ളായി. അത് മുരഹര. അതെങ്ങോട്ടാണ്? ബാംഗ്ലൂർ. എല്ലാം ബാംഗ്ലൂരില്ല. ഏകദേശം ഒരു നമ്മുടെ കേരളത്തിൽ 250 കൂടുതൽ, 250 അടുപ്പിച്ച് സർവീസ് ബാംഗ്ലൂരിലോട്ട് പോകും ഒരു ദിവസം. ഇപ്പൊ പുഞ്ചിരി 2 കണ്ട്, മുരഹര 1 കണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രം. ഈ തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ കൊല്ലത്തുന്നുണ്ട്, ആലപ്പുഴ പോകുന്നുണ്ട്, എറണാകുളം പോകുന്നുണ്ട്. അതായത് എല്ലാ ജില്ലയിൽ നിന്നും. അല്ല, ഞാൻ ചോദിച്ചില്ല, എറണാകുളത്ത് നിന്നാണെങ്കിൽ ഇപ്പൊ ട്രിവാൻഡ്രം വഴിയാണോ പോണത്? അല്ലല്ല, എറണാകുളത്താണെങ്കിൽ സേലം വഴി. ആലപ്പുഴ ആണെങ്കിലാ? ആലപ്പുഴ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, 2 ട്രിപ്പ് 2 സൈഡും പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ വണ്ടി വഴി തിരിച്ചു വിടുക പോലീസ്. അവിടെ എന്തോ റോഡെന്തോ ഇടിഞ്ഞിട്ടുണ്ടോ? അടി പിടിക്കില്ലല്ലോ. തുറന്നെടുത്തു. അടിക്കോ? അടി പിടിക്കില്ലല്ലോ. അത് അവിടെ ആളെ നിർത്തണ്ടേ? എന്താ പറയുക സംഭവം? ഇപ്പൊ എന്താ പറ്റിയ കറക്റ്റ് പറയാം. റോഡ് കുഴിയായിട്ടുണ്ട്, റോഡ് സൈഡ്. അതായത് ഇത് കണക്ക് കുഴി എടുത്തത് റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മളോട് യൂട്ട് അടിച്ച് പോയാൽ ബ്ലോക്കായി പോകും. വേറെ വഴിയുണ്ട്, സൈഡ് പോക്കറ്റ് റോഡ് വഴി കയറി പോകാം. അപ്പൊ നമ്മളെ വണ്ടി വഴി തിരിച്ചു വിടും. എല്ലാ വണ്ടിയും സൈഡ് പറയാം. അടുത്ത ബ്ലോക്ക് എന്റെ ക്ലാസ് വെച്ച് പെട്ടെന്ന് ഓടിച്ചോ, ഓടിപ്പോയി. ഓക്കെ. ഈ റോഡ് എങ്ങോട്ടാണ് പോണത്? ഇപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് മൈലക്കാട് നിന്ന് കണ്ണനല്ലൂര്. കൊല്ലം ബൈപ്പാസിലല്ലേ എന്ന് കയറുന്നത്? കൊല്ലം നമ്മള് റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ചെറിയ വഴിയാണല്ലേ? ബൈപ്പാസിൽ കയറും. ബൈപ്പാസിൽ റൈറ്റ് പോവാം. ഓ, മൊത്തം സീൻ തന്നല്ലോ. ചെറിയ റോഡാണ്, മിന്നിച്ച് പോവേ നമ്മള്. കുഞ്ഞു റോട്ടിൽ കൂടെ വലിയ വണ്ടി ഇങ്ങനെ അറിഞ്ഞു കിഞ്ഞി പോയാണല്ലേ. നേരെ പോയിട്ട് നല്ല അടിപൊളി വളവുകളാണല്ലോ. എനിക്ക് തോന്നുന്നത് അജ്മലിന് സന്തോഷമായിരുന്നു. അതിന്റെ മുഖത്ത് നോക്കണം ചിരി. മറ്റേ വണ്ടി തിരിയുന്ന പോലെ തിരിക്കാൻ പറ്റാത്തുള്ള ഒരു ചെറിയ പ്രശ്നമുള്ളൂ. സ്ലീപ്പറാണ്, അപ്പൊ അതിനനുസരിച്ച് ആൾക്കാരെ സുരക്ഷയോട് നോക്കിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. നീളം കൂടുതലാണ്, ആടി വരയ്ക്കാൻ പാടില്ല, ഒരു യാത്രക്ക് പോകുന്ന ആൾക്കാരാണ്. അതെ, വൻ തിരക്കാണ് കണ്ണനല്ലൂർ. നമ്മളിനി ഇടത്തോട്ട് പോയാൽ കൊല്ലം, വലത്തോട്ട് പോയാൽ കുണ്ടറ.
ഭരണിക്കാവ് പള്ളിക്കാവ്, ഭിത്തിയുണ്ടോ? ശാസ്താംകോട്ട ഭിത്തിയുണ്ടോ അവിടെ? ശാസ്താംകോട്ട. എത്തിയില്ല, നീ വലത്ത് വെച്ചത് അവിടെ ബാരിക്കടുണ്ട്. അപ്പൊ നമുക്ക് ഇടത്തോട്ട് തിരിയാം. ഓ അണ്ണാ നമുക്കൊരു കേറി പൊക്കോട്ടെ എന്നാ വലുത് പിടിച്ച്. കമോൺ എവരിബഡി. കേറി വാ. പോവാ. പോയി കോട്ടലയോ. ഇതുപോലെ സ്ത്രീത്വം കണ്ടിട്ടുണ്ടോ? ഇതാണ് നല്ല ആർച്ചല്ലേ, കാണാൻ പറ്റണം. ആ ലോറി കിടക്കുന്ന പാലയുടെ അവിടെയാണ് പറയാൻ പറ്റും. മുരാഹരയുടെ ഷെഡ് അല്ലേ? ഏത് മറ്റേ സ്ലീപ്പർ ആണോ ടൂറിസ്റ്റ് ആണോ? അല്ലെ ഒന്ന് സ്ലോ ആക്കി പോണേ അല്ലേ? ഇതാണ് പുരഹര. ഇതാണ് മുരാഹര. ഓ എല്ലാം വൈറ്റ് ആൻഡ് വൈറ്റ് കിടക്കണല്ലേ. നൈറ്റ് സർവീസ് അപ്പുറത്താണ്, അത് നമ്മളങ്ങോട്ട് പോകുന്നില്ല. നൈറ്റ് സർവീസ് പക്ഷെ കളറാണല്ലോ അല്ലേ? ഇത് ടൂർ ബസ് ആയതുകൊണ്ട് വൈറ്റ്. അയത്തിയിലെത്തി, കൊല്ലം അയത്തിയിലെത്തി നമ്മളങ്ങനെ എൻജക്ട് റോഡിലോട്ട് കയറിയാണ്. ജസ്റ്റ് വന്നിട്ട് റൈറ്റ് കട്ട് ചെയ്യണം കേട്ടോ. ജസ്റ്റ് വന്നിട്ട് റൈറ്റ് കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ലെഫ്റ്റ് പോകണം ആദ്യം. ലെഫ്റ്റ് വന്നിട്ട് ഇറങ്ങി പോകണം. ഓക്കെ ഓക്കെ. റോഡ് പണി കിടക്കുന്നോണ്ട് നമ്മൾ മൊത്തം ഇട്ട് കറക്കുക. ഇവിടെ യൂട്ടുണ്ടോ? ഇവിടെ നിന്ന് കറക്കാൻ പറ്റൂല. 1 കിലോമീറ്റർ അപ്പുറം പോയിട്ട് മൊത്തം കറക്കാന്നല്ലേ. അവിടെ പോയിട്ട് യൂട്ടടിച്ച് വരണം. നമുക്ക് ശരിക്കും റൈറ്റ് ആണ് പോവേണ്ടത്. അതെ അതെ. നമ്മളിപ്പോ ലെഫ്റ്റ് ആണ് കയറി വന്നിരിക്കുന്നത്. കയറി ഇനി അവിടെ പോയിട്ട് യൂട്ടടിച്ച് തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. നമ്മൾ അവിടെ നിന്ന് വഴി തിരിച്ചു വിട്ട് കൊല്ലം എത്തുന്നതിന് വഴി തിരിച്ചു വിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ കറങ്ങി കൊല്ലത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇനി നേരെ നമ്മൾ തിരുവനന്തപുരത്ത് പോകുക. നമ്മൾ ഇന്ന് മണിപ്പാൽ എത്തുവോ? എത്തണം, എത്തിയിരിക്കും. നമുക്ക് അടുത്ത യൂട്ടേൺ കിട്ടി. ലെഫ്റ്റ് കൂടി എടുത്തോ. അവിടെ കയറി എടുക്കാം. ടിക്കറ്റ് ഇട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ റോഡ് ഇടിഞ്ഞെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ട റോഡ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ അവിടെ തന്നെ വന്നു. ഇതാണെങ്കിൽ നമ്മൾ അപ്പുറത്തൂടെ പോയാലേ. അവിടുന്ന് പോയി തിരിച്ച് ഇങ്ങോട്ടാ വിട്ടത്. ചേടാ നമ്മളാരായി? റോഡ് എവിടെയാന്ന് പറയണ്ടേ? ഇവിടെ ബ്ലോക്ക് എവിടെയാണ് കറക്റ്റ് പറഞ്ഞില്ല. നമ്മൾ അതുകൊണ്ട് നമ്മള് കൊല്ലത്ത് മൈലക്കാട് അല്ലേ? മൈലക്കാട് നിന്നാണ് നമ്മള് പോലീസ് തിരിച്ചുവിട്ടത്. പക്ഷെ പോലീസ് നമ്മുടെ അടുത്ത് എവിടെയാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞില്ല. വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കറങ്ങി തിന്ന് ആയത്തിയിലെത്തി. സ്പോട്ടില് നമ്മൾ വന്നിറങ്ങി. കറക്റ്റ് സ്പോട്ടിൽ വന്നിറങ്ങി. എവിടെയാണോ പോകരുതെന്ന് വിചാരിച്ചാ അവിടെ തന്നെ കറക്റ്റ് വന്നു. അതെ. അപ്പൊ നമ്മൾ ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ പോലീസുകാർക്ക് പറയായിരുന്നു. Mario. 3LP. പഴയ വണ്ടി, KSRTC ഏറ്റവും പഴയ വണ്ടി. ഈ KLX എന്നൊക്കെ പറയുമ്പോ ഏത് വർഷമായിരിക്കും അല്ലേ? ഹരിപ്പാട് ഡിപ്പോയുടെ വർക്ക്ഷോപ്പ് വണ്ടിയാണ്. ഹരിപ്പാട് ഡിപ്പോയുടെ വർക്ക്ഷോപ്പ് വണ്ടി. SPD എന്ന് വെച്ചാൽ ഹരിപ്പാട് ഡിപ്പോ. അങ്ങനെ നമ്മൾ KSRTCയുടെ ഏറ്റവും പഴക്കമുള്ള ഒരു വണ്ടിയെ കണ്ടിരിക്കുകയാണ്. KLX 6408 അല്ലേ? വർക്ക്ഷോപ്പ് വണ്ടി. ഡിപ്പോയിലെ വർക്ക്ഷോപ്പ് വണ്ടിയാണ്. SPD എന്നാണ് എഴുതിയേക്കുന്നത്. D272 SPD എന്ന് വെച്ചാൽ ഹരിപ്പാട് ഡിപ്പോ. പോയി
നമുക്കിവിടെ ആള് കയറ്റാണ്ട് KLX 6408 KLX 6408 ഏകദേശം 35 വർഷമുള്ള പഴക്കമുള്ള വണ്ടിയാണല്ലേ. 1989 മോഡലാണത്. നമ്മള് RC ഒക്കെ മറ്റേ ഓൺലൈൻ വഴി നോക്കിയപ്പോ മനസ്സിലായതാണ്. മാർച്ച് 22 1989 മൂന്നാമത്തെ ഓണറില് ഇപ്പൊ ഹരിപ്പാട് ഡിപ്പോയിൽ കിടന്ന് ഓടുന്ന എനിക്ക് KSRTC ഏറ്റവും പഴക്കമുള്ള വണ്ടിയായിരുന്നു. ഇത്രയും വർഷമൊക്കെ ആയി. നല്ല ആ വണ്ടി തലയെടുപ്പ് നല്ല ഭംഗിയുണ്ട്. ആ വണ്ടി പഴയ ഇതിൽ കാണാൻ വേണ്ടി ആ നമ്പർ പ്ലേറ്റിന് തന്നെ ഒരു വിലയുണ്ട്. വീണ്ടും നമുക്ക് മുമ്പിൽ ചാടിയിരിക്കുകയാണ് KLX. അതെ, മുതലാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഒന്നൊന്നര മുതലാണ്. ഡബിൾ ക്ലച്ചിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 89 മോഡലാണ്. അതെ, ഡബിൾ ക്ലച്ചായിരിക്കും. പണിത് റെഡിയാക്കിയിരുന്ന വർഷപ്പ് വണ്ടി ആയതുകൊണ്ട് പണിത് റെഡിയാക്കിയിട്ടുണ്ടോ? വർഷാപ്പ് വണ്ടി മറ്റേ നമ്മളെ KSRTCയുടെ പണി അല്ലേ? പഴയ സ്റ്റിയറിംഗൊക്കെ ആണ്. അപ്പോ പഴയതിന്റെ ഒരു തനിമ എപ്പോഴും ഉണ്ടാവും തോന്നുന്നു. നമുക്ക് കാണാൻ പറ്റില്ല. 89 മോഡൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നല്ലോ, അതല്ലേ? പിന്നല്ലാതെ ആന വണ്ടിയൊക്കെ മാറിക്കോ. ഇപ്പൊ നമ്മള് നൈറ്റ് സർവീസിൽ പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഡ്രൈവർക്ക് വേണ്ടത്? ഡ്രൈവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഉറക്കം വരാൻ പാടില്ല. ഉറക്കം വരുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് ഉറങ്ങിയിട്ട് പോവാം. അത്രേ ഉള്ളൂ. നൈറ്റ് സർവീസ് ആണെന്ന് വിചാരിച്ചിട്ട് 5 മിനിറ്റ് 5 മിനിറ്റ് 1 മണിക്കൂർ കിടന്നുറങ്ങുന്ന പലം ചെയ്യും. തൂങ്ങി ഓടുന്നതിനെക്കാട്ടും നല്ല 5 മിനിറ്റ് എവിടെയെങ്കിലും ഒതുക്കി നിർത്തി കിടന്നുറങ്ങി പോയാൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? അതെ, നൈറ്റ് സർവീസ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ റോഡിലുള്ള മറ്റ് ജീവജാലങ്ങൾ രാത്രിയാണ് പട്ടി അതുപോലത്തെ സാധനങ്ങൾ വഴിയിൽ ചാടും. അതും ജീവൻ തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മുടെ വിശ്വസിച്ചിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്. ബാക്കിയെല്ലാം ഡ്രൈവറുടെ കയ്യിലാണ്. എറണാകുളത്തിന്റെ ലുലുമാൾ, ഇടപ്പള്ളിയിലെ ലുലുമാൾ. കേരളത്തിലെ ആദ്യത്തെ ലുലുമാൾ അല്ലേ? എല്ലാ തിരക്കല്ല ഇവിടെ ഇപ്പോഴും. പുതുതായിട്ട് ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുന്ന ഡ്രൈവർമാരുടെ എന്താണ് പറയാനുള്ളത്? അതാണ് ഉറക്കത്തിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. ലഹരി എന്റെ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്. അളിയന്റെ ലഹരി? അതെ, ഞാൻ ഏകദേശം എന്റെ ഒരു 10-18 വയസ്സ് മുതല് ഞാൻ വണ്ടി ഓടുന്നതാണ്. എന്റെ ലഹരി വണ്ടിയാണ്. വേറെ ലഹരി ഇല്ല. വേറെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കാറില്ല. അന്ന് മുതൽ എന്റെ കൂടെ ഓടുന്നവർക്കറിയാം, എല്ലാവർക്കും എന്നെ പറ്റി അറിയുന്നവർക്കറിയാം. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതെ, അത് സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണ്. ഒരു മഴക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ടാണ് കയറുന്നത്. അതെ, അത് സൂക്ഷിക്കുക. ഈ മഴ സമയത്ത് നൈറ്റ് സർവീസ് എങ്ങനെയാണ്? നൈറ്റ് സമയത്ത് സ്കിഡിങ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അത് വെച്ചാൽ നൈറ്റ് സർവീസ് ഓടി പരിചയമുള്ളവര് നൈറ്റ് സർവീസിന്റെ ഫീൽഡിലോട്ട് വരുള്ളൂ. അത്രയും തഴക്കം പഴക്കമുള്ളവര് മാത്രമേ ഡ്രൈവറായിട്ട് നൈറ്റ് സർവീസ് ഡയറക്റ്റ് വരാൻ ആരും വരാറില്ല. പൊതുവെ ആരും വരാറില്ല. അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പുതിയ അങ്ങനത്തെ ഫീൽഡില് മുതലാളിമാരും എടുക്കാറില്ല. എക്സ്പീരിയൻസ് നോക്കി എടുക്കാം. അത്രയുള്ള ആൾക്കാരെ എടുക്കാറുള്ളൂ. പിന്നെ ചെറിയ റൂട്ടിലൊക്കെ ആൾക്കാരെ എടുക്കുന്നുണ്ടാവും. വലിയ റൂട്ടിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാതെ ആരും വണ്ടിയിൽ എടുക്കാറില്ല. കുറഞ്ഞത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്? അങ്ങനെയല്ല, ഓരോ ഡ്രൈവറുടെ കഴിവിനനുസരിച്ച്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കഴിവാണ്.
ആ അല്ലാതെ ഒരു ചിലപ്പോ ഒരു 5 വർഷം പോയ ആൾക്കും ഉറക്കം വരുമോ, ഉറക്കം വരാതിരിക്കാതില്ല കാര്യങ്ങളൊന്നുമില്ല. ആ ആർക്കും എപ്പോ ഉറക്കം കാര്യങ്ങളൊക്കെ വരാം. ആ അത് ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ചിരിക്കും. നല്ല ഹാപ്പി മോഡലാണെങ്കിൽ ആ. എത്ര നേരം ഇരുന്ന് ഓടിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ രാത്രി സമയത്ത് കളി ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ഇത്തിരി ദൂരം ഓടയില്ലേ? ആ, നമ്മളെ കൂടെ ആളുണ്ടെങ്കിലും നമ്മൾ വണ്ടി ഓട്ടിക്കുന്നെങ്കിൽ അറിയാതെ കുറച്ച് നേരം ഉറങ്ങും. അതെ. അപ്പൊ ആളിന്റെ ടൈം പാസ് എന്താണ്? ടൈം പാസിന് ഞാൻ മ്യൂസിക് കേൾക്കും. ആ അത് തന്നെ. അത്രേ ഉള്ളത്. പിന്നെ കൂടുതലായിട്ട് ആരെയെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കാറില്ല. ആ അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളുണ്ടാവും. അതെ. ഓരോ വണ്ടിയിലും 3 സ്റ്റാഫ് ആണെങ്കിൽ ഒരു ഡ്രൈവറും ഒരു ക്ലീനറും. ക്ലീനർക്ക് അതിൻ്റെതായിട്ടുള്ള ജോലികളുണ്ടാവും. ആ. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ വന്ന് കിടന്നുറങ്ങുന്നത്. അതെ. അപ്പൊ ആ സമയത്ത് അവരെ കൊണ്ട് സംസാരിക്കാൻ വന്നാൽ ആ അവർക്ക് അവരുടെ പണിയൊന്നും നടക്കത്തില്ല. അതെ, അവർക്കൊന്നും ഉറങ്ങണമല്ലോ. രാവിലെ വണ്ടി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറണം, ആ ബ്ലാങ്കറ്റ് മാറണം, ആ. പിന്നെ വണ്ടി കഴുകണം, വൃത്തിയാക്കണം. അതൊക്കെ ക്ലീനറുടെ പണിയാണ്. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി എടുക്കാറാവും. ആ അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതെ. അപ്പൊ അതുകൊണ്ട് അവര് ഉറക്കം നമ്മളെ ബാധിക്കും. ആ അവര് ഉറങ്ങാതിരുന്നാലും നമ്മളെ ബാധിക്കും. അതെ. തിരക്കല്ലേ? ഇങ്ങനെ പിടിച്ചിടാമോ വണ്ടിയൊക്കെ? ഇല്ല, പിടിച്ചിടാൻ പാടില്ല. പക്ഷേ അപ്പൊ 100 വണ്ടിയോളം കിടപ്പുണ്ടല്ലോ. 100-150. 150 വണ്ടിന്റെ പുറത്തുണ്ട്. ഈ സൈഡിൽ തന്നെ നമ്മളെ കീഴിൽ തന്നെ 10 വണ്ടി കൂടെ കിടപ്പുണ്ട്. പിന്നെ എത്ര ലൈനല്ലേ നമ്മുടെ പിറകിൽ എത്ര വണ്ടി? ഗുണ്ടായിസമാണ്. സാധാരണ എത്ര വീട്ട് കഴിഞ്ഞ ആളുകൾ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കണമെന്നാണ്? ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇത്രയും തിരക്ക് പിടിച്ചു വെക്കാൻ പാടില്ല. സഞ്ചാര സ്വാതന്ത്ര്യം തടയുവാണ്. നമുക്ക് അപ്പുറത്ത് കയറാം. ഇതാണ് പാലേക്കര ടോളല്ലേ? വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര മിനിറ്റായിക്കണോ? 15 മിനിറ്റായിക്കണോ? ഇതുവരെയായിട്ടും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. ഇത്രയും തിരക്കൊണ്ടായിട്ടും നമുക്ക് നിയമപ്രകാരമുള്ള ഒരു ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി അങ്ങോട്ട് കിട്ടത്തും. കിട്ടുന്ന ഷെയർ അങ്ങ് പോവല്ലേ സാറന്മാർക്ക്? 1 2 3 4 5 എണ്ണം. 5 ലൈൻ ഉണ്ട്. 1 2 3 4 5 6 ലൈൻ. 6 ലൈനിൽ വണ്ടി ഇത്രയും തിരക്ക് പിടിച്ച് കിടക്കുക. എന്നിട്ട് തോള് തിരിക്കുക. എന്നിട്ട് ടോള് പിരിക്കുക. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ആംബുലൻസിന് പ്രത്യേക വഴി ഉള്ളതുകൊണ്ട് അതൊക്കെ പോകില്ല. അത് തന്നെ ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ ഇത് പൂട്ടും. ആംബുലൻസ് ഒക്കെ ഇവിടെ കിടക്കേണ്ടി വന്ന പൂട്ടും. അതുകൊണ്ട് അവര് നൈസായിട്ട് അതിനെയൊക്കെ അങ്ങ് ഒഴിവാക്കിയുള്ള വഴി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര? 160 രൂപ അല്ലേ? സിംഗിളായിട്ട് പാസ്സായില്ലാതെ പോവുകയാണെങ്കിൽ ഡബിൾ കൊടുക്കണം.
കാഞ്ഞങ്ങാട് കഴിഞ്ഞു. ആ പുതിയ കൂട്ടുകാരനെ കൂടെ പരിചയപ്പെടുത്താം. നമ്മളെ ഇടയ്ക്ക് കോഴിക്കോട് നിന്ന് കയറിയാണ് കോ ഡ്രൈവർ. പേരെന്തുവാ? രൂപേഷ്. കണ്ണൂരാണ്. സംസാരം കേട്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിരിക്കണം. കാസർഗോഡ് ഇടത്തോട്ട് മംഗലാപുരം വലത്തോട്ട് അല്ലേ? നമുക്കിനി പോകേണ്ടത് മംഗലാപുരം. കാസർഗോഡ് 2 ബസ് സ്റ്റാൻഡുണ്ട്. മാലിക്കനാട് പള്ളിയൊക്കെ വരുന്ന അങ്ങോട്ടേക്കാം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എവിടെയും പോവാം. അതുവഴി പോവാം. നമുക്ക് വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കല്ലട കമ്പനീനെ പറ്റി നമ്മളാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് കാണുന്ന ഒരുപാട് എല്ലാവർക്കും അറിയാം കല്ലട കമ്പനീനെ പറ്റി. പ്രത്യേകിച്ച് നമ്മളൊരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ല കമ്പനീനെ പറ്റി. ഇവിടെ ഈ ഭാഗത്തേക്ക് അങ്ങനെ രാവിലെ അധികം വണ്ടികൾ ഉണ്ടാവാറില്ല. കൂടുതലും വണ്ടി രാത്രി ടൈമുള്ള. അത് ശരിയാണ്, രാത്രിയാണ് ഇപ്പൊ വണ്ടികൾ മൊത്തം ഇറങ്ങിയിട്ടുള്ളത്. ഭയങ്കര ട്രാഫിക്. നൈറ്റ് ലൈഫിന്റെ ഭയങ്കര ഒരു സംഭവമാണ്. ഉപ്പളയൊക്കെ എത്തിക്കഴിഞ്ഞാല് രാത്രി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പകല് പോലെ ആയി ഇപ്പൊ നൈറ്റ്. ഇവിടുത്തെ കണ്ടീഷനിൽ ഉപ്പളയിലൊക്കെ രാത്രി കാണുന്ന സിറ്റുവേഷൻ വെക്കുമ്പോ രാവിലെ ഉള്ളതിനെക്കാട്ടി ഇല്ലേ പകലിനെക്കാട്ടി ആള് രാത്രിയാ ഉപ്പളയൊക്കെ ഉള്ളത്. ഇപ്പത്തെ ഇവിടുത്തെ അവസ്ഥ ഒരു വക എല്ലടി ഇവിടാന്നല്ല, ഒരു വക എല്ലടി ഒക്കെ തന്നെയാണ്. രാത്രിയാണ് ഇപ്പൊ എല്ലാരും പുറത്തിറങ്ങുന്നത്. എല്ലാവരും ജോലിയും കഴിഞ്ഞ് വൈകുന്നേരവും ഒരു വക എല്ലടി. നൈറ്റ് ലൈഫ് ഇപ്പൊ ആക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നൈറ്റ് ലൈഫ് ആക്റ്റീവ് ആവുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. അല്ല നൈറ്റ് സർവീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് രാത്രിയല്ലേ ഓടുന്നുള്ളൂ. അപ്പൊ രാത്രി ചെറുവണ്ടികൾ കൊടുക്കുമ്പോൾ വലിയ വണ്ടികൾ നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിട്ടില്ല. അവര് കുറച്ച് കയറ്റം കയറുന്ന സിറ്റുവേഷൻ വരുമ്പോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ നമുക്ക് വരുള്ളൂ. ഈ ചെറുവണ്ടികൾ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക. 3 ലൈൻ ആക്കി കഴിഞ്ഞാലും ചെറുവണ്ടിക്കാർക്ക് 3 ലൈനിൽ ഓരോ വണ്ടി വെച്ച് പോവാ. അവര് വണ്ടി വിട്ടതിന് ശേഷം ആലോചിക്കുക, വണ്ടി ഓടിച്ചോണ്ട് ആലോചിക്കുക എവിടെ പോണം എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലായിരിക്കും അവര് വണ്ടി പോവുക. നമ്മള് ചിലപ്പോ ബേക്കിൽ പോയി ഓണടിക്കുമ്പോഴൊന്നും ഇവര് വണ്ടിയും കാണൂല, നമ്മളെയും കാണൂല. ബേക്കിൽ വരുന്ന വലിയ ബസ്സാന്നോ ചെറിയ വണ്ടിയാണോ എന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അവര് പെട്ടെന്ന് എന്നിട്ട് ഒരു നോട്ടത്തിൽ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബേജാറായി പോകും. കുറെ നമ്മൾ എന്നും കാണുന്ന ഈ കാഴ്ച. പെട്ടെന്ന് വണ്ടി നമ്മൾ വാസ് ചെയ്ത് ഓണടിച്ച് ഡിമ്മം ബ്രൈറ്റ് ആക്കിയാലൊന്നും ഇവര് ചിലപ്പോൾ ശ്രദ്ധയിലേക്ക് പെടൂല. നമ്മൾ കയറി മുക്കാലം കയറുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ എന്നാലായിരിക്കും വണ്ടി കാണാം. പിന്നെ ഒരു പോക്കെല്ലാം പോകുന്നതാണ് ചിലപ്പോൾ. റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാം അടിപൊളിയാവും, എല്ലാവർക്കും സന്തോഷാവും. ആവും എന്ന് പ്രതീക്ഷിക്കാം. ആക്സിഡന്റ് കുറയും അല്ലേ എന്ന് വിശ്വസിക്കുന്നു. നല്ല വിശ്വസിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് നമ്മള് പണ്ട് ലാസ്റ്റ് മൈസൂർ ബാംഗ്ലൂർ ബൈപ്പാസ് തുടങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ ഒരു വർഷം ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടന്നതും ആള് മരണപ്പെട്ടത് അവിടെ എന്ന് വെച്ചാ. അപ്പൊ നമ്മുടെ റോഡ് വീതി കൂടുമ്പോ സ്പീഡ് കൂടും. അതായത് ചെറുവണ്ടിക്കാര് നമ്മളായാലും സൗകര്യമുള്ള റോഡ് കിട്ടുമ്പോ നമ്മൾ കുറച്ച് സ്പീഡ് കൂടും. അപ്പൊ പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതലനുസരിച്ച് ആക്സിഡന്റിന് ചാൻസ് ഉണ്ടാവും. തീർച്ചയായും ഇപ്പൊ വിശാലമായ റോഡ് കാണുമ്പോ എല്ലാരും സ്പീഡ് കൂടും, ഓട്ടോമാറ്റിക് കാല് കൊടുക്കും. പക്ഷെ ഈ ചെറുവണ്ടിക്കൊന്നും സ്പീഡ് കാരണമില്ലല്ലോ. അവരൊക്കെ ഈ വലിയ റോഡ് കിട്ടുമ്പോ അവരങ്ങ് വെച്ച് നല്ല സ്പീഡ് അങ്ങ് എടുത്ത് പോകും. അപ്പൊ ആ സ്പീഡിന് പോകുമ്പോ അതിനനുസരിച്ചുള്ള ബ്രേക്കോ ചവിട്ടിയാ നിൽക്കുവോ റോഡ് തെന്നുവോ അതിനെ പറ്റിയൊന്നും അവർക്ക് ആർക്കും ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒരു 80% ആക്സിഡന്റ് നടക്കുന്നത്. നമുക്കിവിടെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലേ കേരള കർണാടക? ഇതാണ് തലപ്പാടി ടോൾ ബൂത്ത് അല്ലേ, ടോൾ പ്ലാസ.
ബാംഗ്ലൂരൊക്കെ പറയാം. മംഗലാപുരം എത്തി നമ്മള്. മംഗലാപുരം അവിടെ എത്തിയില്ല. അവിടുത്തെ ഒരു 3 കിലോമീറ്റർ ഉള്ളോട്ട് പോകണം. ആ റോഡ് ഏത് റോഡാണ്? ആ പോകുന്ന ബസ് പോകുന്നില്ലേ, ആ അങ്ങോട്ട് പോകണം. സ്റ്റേറ്റ് ബാങ്കിന്റെ അങ്ങോട്ടേക്ക്. അജ്മലി ഇതായിട്ട് എഴുതിയിട്ടില്ല. നമ്മൾ ബാംഗ്ലൂരിലെത്തി. രൂപ സ്ഥലയിൽ തന്നെയാണെങ്കിൽ ഫുള്ള് കണ്ടിന്യൂ ചെയ്യില്ലേ. ഒരുപാട് ലോറികളൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ആ ഇത് ന്യൂ മാംഗ്ലൂർ ഫോർട്ട്. ആ ഇത് ഫോർട്ടാണല്ലേ. റെയിൽവേ ഗേറ്റാ. റെയിൽവേ ഗേറ്റ് ആണോ? ആ റെയിൽവേ ഗേറ്റ് ആണ്. ഇവിടെ പോകാനുണ്ട്. ഒരു തവണ കണ്ടിട്ടുണ്ട്. ഇത് കമ്പനിക്ക് അകത്തോട്ട് കയറുന്നത് അൾട്രാടെക് സിമെന്റ് ആണല്ലേ? സിമെന്റ് ഫാക്ടറി ആണ്. അങ്ങോട്ടേക്ക് പോകാനാണ്. അപ്പൊ ഈ റോഡിൽ കൂടെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ആണ്. പോലീസ് വന്നു അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് നടത്തുന്നത്. അംബുജ, അൾട്രാടെക് ഒരുപാട് കമ്പനി ഇതിനകത്തുണ്ടല്ലേ. സിമെന്റ് മൊത്തം ഈ സൈഡാണ് തോന്നുന്നത്. അപ്പൊ ആ ട്രെയിൻ ഒറ്റ ട്രാക്ക് എല്ലാ കമ്പനിയിലോട്ട് കയറാനായിട്ട് ഒറ്റ ട്രാക്ക്. അങ്ങനെ നമ്മൾ ഉടുപ്പിയിലോട്ട് കയറിയാണ്. ഉടുപ്പിയുടെ എൻട്രി പോയിന്റ് ആണ്. സമയം രാവിലെ ഏകദേശം 9 മണിയായപ്പോഴത്തേക്കും നമ്മൾ മണിപ്പാലെത്തി. അവസാനത്തെ സ്റ്റോപ്പിൽ ആളിറക്കിയ ശേഷം നമ്മൾ വണ്ടി കാലിയാക്കി നേരെ പോകുന്നത് ഡീസൽ അടിക്കാനായിട്ടുള്ള പമ്പിലോട്ടാണ്. ഫുൾ ടാങ്ക് ഡീസൽ തന്നെയാണ് അടിക്കുന്നത്. ലിറ്ററിന് 88 രൂപ 49 പൈസയാണ് ഇന്നത്തെ കർണാടകയിലെ ഡീസൽ വില. ഫുൾ ടാങ്ക് ആവാൻ ഏകദേശം 470 ലിറ്റർ ഡീസൽ അടിക്കേണ്ടി വന്നു. ഡീസൽ അടിച്ച ശേഷം ക്ലീനിങ്ങിനും വാഷിങ്ങിനും വേണ്ടി പമ്പിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ടു. രാജേഷണന്റെ ഡ്യൂട്ടി ഇനിയും തീർന്നിട്ടില്ല. ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം ഇനി രാജേഷണന്റെ ഡ്യൂട്ടിയാണ്. ക്ലീനിങ് കഴിഞ്ഞ ഉടനെ നേരെ ഗ്രീസ് അടിക്കാനായിട്ട് അടുത്ത വർക്ക്ഷോപ്പിലോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടിയും എടുത്ത് നമ്മൾ സ്ഥിരം അടിക്കുന്ന മണിപ്പാൽ ജംഗ്ഷന്റെ അടുത്തുള്ള ഒരു ഗ്രീസ് കടയിലോട്ടാണ് പോകുന്നത്. പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഓട്ടോ പിക്കപ്പിനകത്താണ് ഗ്രീസ് കട സെറ്റ് ചെയ്തിരിക്കുന്നത്. കട ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് മുന്നായിട്ട് വന്ന 2-3 വണ്ടികൾ ഇവിടെ കിടക്കുവാണ് ഗ്രീസ് അടിക്കാനായിട്ട്. ഗ്രീസ് അടിച്ച് ബ്രേക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെക്കുറെ സമയം ഇവിടെ തന്നെ ചിലവായി. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്തുള്ള ഒരു ടയർ വർക്ക്ഷോപ്പിലോട്ടാണ്. നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഇന്ന് 2 പുതിയ ടയറും കൂടെ വാങ്ങിയിട്ടുണ്ട്. പഴയ ടയറുകൾ മോശമല്ലെങ്കിലും ഒരുപാട് തേയ്മാനം വരാൻ വേണ്ടി കാത്തിരിക്കത്തില്ല. ദൂരയാത്ര ആയതുകൊണ്ടും വഴിയിൽ മുടക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടയർ മുൻകൂട്ടിയെ മാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. അത് ആദ്യം പുള്ളിക്കാരെ അകത്തിട്ടിട്ട് ഒരു സൈഡിലോട്ടാക്കി, പിന്നെ അടിയത്തത് പൊക്കി ഈ സൈഡിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഈ ടൂള് നമ്മൾ അധികം ഞാൻ കണ്ടിട്ടില്ല. ഈ ടൂള് പല സ്ഥലത്തുണ്ട്. ഈ ടൂള് എന്നാലും പുതിയ ഒരു ഇതാണ്. അത് കൊള്ളാം. ഈസിയാണ്, ഒരാൾക്ക് ഈസി ആയിട്ട് ടയർ ഊരാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ നമ്മള് മറിച്ചിടണ ചെയ്താല് ടയർ മറക്കുകയാണ്. ആ ഒന്നര മിനിറ്റ് എടുത്തോളൂ ഒരു ടയർ ഊരി തിരിച്ചിട്ട് അകത്ത് സെറ്റ് ചെയ്ത്. വെറും 1.5 മിനിറ്റ്. നീ എയർ അടിച്ചാൽ മതി അല്ലേ? വളരെ സിമ്പിൾ. അത് ഇത്രയും വലിയ ടയർ അല്ലേ? ടെക്നോളജി. അതെ അതെ, കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജി മാറുന്നു. അണ്ണാ കിട്ടിയില്ല. വേറെ ടയർ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അടുത്ത ടയറിൽ പൊളിയും.
നിലവിലിപ്പോൾ ഇതിൽ 0 പ്രഷറാണ്, ഒരു തുള്ളി പ്രഷറില്ല. ഫസ്റ്റ് നമ്മുടെ നോർമലായിട്ടുള്ള എയർ പ്രഷർ അതിലോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മറ്റേ രണ്ട് സൈഡും ലോക്ക് ചെയ്യണം. ഓക്കെ, ഫിനിഷ്. പുക വന്ന് കഴിഞ്ഞ് ഫുൾ എയറായി കഴിഞ്ഞ്. समय लाभम. वो मशीन का नाम क्या है? नेम नाम पेर एयर ड्रम. കന്നഡ ಗೊತ್ತಿല്ല. എനിക്കും പേരറിയത്തില്ല. ഇപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഓരോ പലതിനും പല പേരായി. അതെ. अभी इसमें प्रेशर कितना है? 130. अरे 130 കയറി. ഓക്കെ. വണ്ടിന്റെ വെയിറ്റിനനുസരിച്ച് അപ്പൊ നമ്മുടെ പിറകിലിടാനുള്ള ഫ്രണ്ടിലത്തെ ടയർ റെഡി. ഫ്രണ്ടിലത്തെ ഊരി നമ്മൾ ഉൾട്ടാക്കി ഇട്ടിട്ട് ഇനി അത് ബാക്കിൽ കൊണ്ടിടാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കിൽ നിന്ന് ഊരിയിട്ട് നമ്മൾ നമ്മുടെ പുതിയ ടയർ ഇവിടെ ഇരിപ്പുണ്ട്, അത് ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്ത് കയറ്റും. അപ്പൊ അടുത്ത ജെറ്റ് ട്രിപ്പിന് റെഡി. അടുത്ത മണിപ്പാൽ ടു ട്രിവാൻഡ്രം ജെറ്റിന് തയ്യാറെടുക്കുകയാണ്. നമ്മള് സമയത്തിന് മെയിൻറ്റെയിൻസ് ചെയ്ത് വണ്ടി ഇട്ടേക്കാണ് പറക്കാൻ വേണ്ടിട്ട്. അത്രയും കിലോമീറ്റർ ഓടുന്നതുകൊണ്ട് ഒരു വഴിയിൽ ഒരു ചെറിയ നമ്മൾ ഒരുപാട് പാസഞ്ചേഴ്സ് ആയിട്ട് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ടയറും വണ്ടിയുടെ മെയിൻറ്റെയിൻസും എല്ലാം പക്കയാണ്, അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ടയറും കൂടെ മാറിക്കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോകും. അടയ്ക്കട്ടാ. മണിപ്പാലിൽ നിന്ന് നേരെ നമ്മൾ ഇനി തിരിച്ച് നാട്ടിലോട്ട് വൈകുന്നേരത്തേക്ക് യാത്ര തുടങ്ങും. അപ്പൊ അതൊരു മറ്റൊരു എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.